കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് ദേശീയപാതയിൽ KSRTC ബസ് വൺ വേ തെറ്റിച്ച് ബസ് ഓടിച്ച സംഭവത്തിൽ സൂപ്പർ ഫാസ്റ്റ് ഡ്രൈവറെയും കണ്ടക്ടറെയും ജോലിയിൽ നിന്നും നീക്കിയിട്ടുണ്ട്. ഡ്രൈവർ ഷാ, കണ്ടക്ടർ ഗോഡ്വിൻ രാജ് എന്നിവരാണ് നീക്കിയത്. ഡ്രൈവർക്കെതിരെ സിറ്റി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. സരീഷ് PK വിവരങ്ങളുമായി ചേരുന്നു തത്സമയം. സരീഷ്, വിവരങ്ങൾ. ഈ മാസം 4-ാം തീയതിയാണ് ദേശീയപാതയിലൂടെ വൺ വേ തെറ്റിച്ച് ബസ് എത്തിയത്. നെയ്യാറ്റിൻകരയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകേണ്ട ബസ്സായിരുന്നു. അത് സാധാരണഗതിയിൽ ഈ ടൗൺ ടു ടൗൺ ബസ്സായതുകൊണ്ട് തന്നെ ദേശീയപാതയിലൂടെയാണ് വരാറ്. അങ്ങനെ ഈ കോഴിക്കോട്ട് സമീപത്തുള്ള പന്തീരങ്കാവിലെ ടോൾ പ്ലാസയിലേക്ക് എത്തുന്നു. അവിടെ ടോൾ ഗേറ്റിന് സമീപത്ത് എത്തിയപ്പോഴാണ് മതിയായ പൈസ അല്ലെങ്കിൽ ഈ ഹാഷ്ടാഗിൽ അല്ലെങ്കിൽ ടോൾ ഗേറ്റിൽ നൽകാനുള്ള പണമില്ല എന്ന് തിരിച്ചറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് റോഡിലൂടെ കയറുന്നു. പിന്നീടാണ് ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരം വൺ വേയിലൂടെ നിര തെറ്റിച്ച് ഈ ബസ് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. ന്യൂസ് മലയാളം പുറത്തുവിട്ടതിൻ്റെ പിന്നാലെയാണ് മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തത്. ഇന്നലെ ഇത് RTOയുടെയും അതോടൊപ്പം തന്നെ KSRTC വകുപ്പിൻ്റെയും ശ്രദ്ധയിൽപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടറെയും അതോടൊപ്പം തന്നെ ഡ്രൈവറെയും സർവീസിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബസ്സിൻ്റെ ഡ്രൈവർക്കെതിരെ സിറ്റി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും അനുവദനീയമല്ല ഈ യാത്ര എന്നുള്ളതാണ്. കാരണം വൺ വേയിലാണ്. സാധാരണഗതിയിൽ ദേശീയപാതയിൽ 2 ഭാഗങ്ങളുണ്ട്. ആ ഒരു ഭാഗത്തേക്ക്, അതായത് കോഴിക്കോട് നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോകേണ്ട ആ റോഡിൽ വെച്ചാണ് നടുഭാഗത്തു കൂടി, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, നടുഭാഗത്തു കൂടിയാണ് വരുന്നത്. അതായത് സാധാരണഗതിയിൽ മെല്ലെ പോകേണ്ട വാഹനം, ട്രക്ക് വാഹനം, അതോടൊപ്പം തന്നെ കാർ ഉൾപ്പെടെയുള്ള വാഹനം, പിന്നീട് അമിത വേഗത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകേണ്ട അങ്ങനെ 3 വരിയാണ് സാധാരണഗതിയിൽ ഒരു ഭാഗത്തുണ്ടാകുന്നത്. അതിൽ നടുവിലൂടെയാണ് ഈ ബസ് ഏതാണ്ട് വന്നത്. പിന്നീട് നാട്ടുകാർ തടഞ്ഞു നിർത്തുന്നു. ഈ ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഏറ്റവും ലോ വെഹിക്കിൾ, അതായത് ഗുഡ്സ് ഉൾപ്പെടെയുള്ള പോകേണ്ട ആ വരിയിലൂടെ 3 കിലോമീറ്ററോളം സഞ്ചരിക്കുകയും പിന്നീട് ദേശീയപാതയുടെ മറുഭാഗത്ത് കയറുകയും ചെയ്യുന്ന സാഹചര്യം. ആ വാർത്തയിലാണ്, അതായത് ന്യൂസ് മലയാളം നൽകിയ ആ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ സരീഷേ, വ്യക്തമാണ്. അങ്ങനെ വാർത്ത എത്തിച്ചു, അധികൃതർ അറിഞ്ഞു, ഇപ്പോൾ നടപടിയായിരിക്കുന്നു. കോഴിക്കോട് ദേശീയപാതയിലെ KSRTC ബസ് വൺ വേ തെറ്റിച്ച് ഓടിച്ച സംഭവത്തിലാണ് ഡ്രൈവർക്കെതിരെയും കണ്ടക്ടർക്കെതിരെയും നടപടി വന്നിരിക്കുന്നത്. 2 പേരെയും ജോലിയിൽ നിന്നും നീക്കിയിട്ടുണ്ട്.